തൃശൂരിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ചതിൽ കേസ്. നന്ദിപുലം പയ്യൂർക്കാവ് ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുത്ത് വരന്തരപ്പള്ളി പോലീസ്. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും അതിന് സമീപത്ത് ആനയെ തളച്ചതിനുമാണ് കേസ്. ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ ഭാരവാഹികൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ വെടിക്കെട്ടിന് വേണ്ട ഈ വെടിക്കോപ്പുകൾ എവിടെ നിന്നാണ് എത്തിച്ചിട്ടുള്ളത്? ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ അനുമതി ഇല്ലാതെ എന്തുകൊണ്ട് എത്തിച്ചു എന്ന ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? ബിന്നിൽ, ക്ഷേത്രം ഭാരവാഹികൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെയാണ് തൃശൂർ പുതുക്കാട് മണ്ഡലത്തിലെ വരന്തരപ്പള്ളി നന്ദിപുലത്തെ പയ്യൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ വെടിക്കെട്ട് നടക്കുന്നതിന് തൊട്ടരികിലായി ആനയെ തളച്ചത്. വെടിക്കെട്ട് നടക്കുമ്പോൾ, അതിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ നടക്കുമ്പോൾ ആന വെടിപൊട്ടി അസ്വസ്ഥനാകുന്നതും ഈ വെടിക്കെട്ടിൻ്റെ പ്രകാശത്തിലൊക്കെ അസ്വസ്ഥനാകുന്നതുമൊക്കെ കാണാം. അതിനുശേഷം ആ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തിരുന്നു. അതിനുശേഷം ഈ അസ്വസ്ഥനായ ആന പാപ്പാനെ തട്ടിയിടുകയും ചെയ്തു. കുച്ചുവലങ്ങിട്ട് നിന്നിരുന്നതിനാൽ ആന അസ്വസ്ഥനാവുകയും ഇതിനു ശേഷം ആ വെടിക്കെട്ടിന് അവസാനം തിരിഞ്ഞ് ഓടിയില്ല, അല്ലെങ്കിൽ ആനയെ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ തൊട്ടടുത്ത് തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. ഈ ഉത്സവം പൂരം കൂടാനെത്തിയ ആളുകൾ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം കൊയിലാണ്ടിയിൽ നടന്ന വെടിക്കെട്ടിനിടയിൽ ആന ഇടഞ്ഞ് അപകടമുണ്ടായി, 3 മരണങ്ങളുണ്ടായി. ഈ മാസങ്ങൾ പിന്നിടുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിലുള്ള വെടിക്കെട്ട് നടത്തുന്നതും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് അപകടകരമായ സാഹചര്യത്തിൽ ആളുകളെ നിർത്തുന്നതും. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും ഉണ്ടായി. തൊട്ടു പിന്നാലെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതോടുകൂടിയാണ് വരന്തരപ്പള്ളി പോലീസ് ഇപ്പോൾ ഈ സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ചുകൊണ്ടും ഭാരതീയ ന്യായ സംഹിത 288 വകുപ്പ് പ്രകാരവും മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിനാണ് ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ എലിഫന്റ് സ്ക്വാഡും വനംവകുപ്പും അടക്കം കേസെടുക്കുമെന്നുള്ള സൂചനകളും നിലവിലുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങൾ തേടിയെങ്കിലും ഈ ക്ഷേത്ര ഭാരവാഹികൾ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് ഈ പൂരത്തിനിടയിൽ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും ഈ ഒരു മൃഗത്തോടുള്ള ക്രൂരതയ്ക്കൊപ്പം തന്നെ മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരെയാണ് നിയമ നടപടിയുമായി ഇപ്പോൾ വരന്തരപ്പള്ളി പോലീസ് മുന്നോട്ട് പോകുന്നത്. വിനിൽ, ഓക്കെ, വളരെ നന്ദി. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.